കസ്തൂരംഗൻ റിപ്പോർട്ടിന്റെ പരിധിയിൽ നിന്നും കൃഷിത്തോട്ടം ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കുന്നത് സംബന്ധിച്ച LDF സർക്കാർ നൽകിയ ശുപാർശകളിന്മേൽ കേന്ദ്രത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്തുന്നതിന് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. 19 എംപിമാരാണ് UDFന് കേരളത്തിൽ നിന്നുള്ളത്. ഇതിൽ തന്നെ പരിസ്ഥിതിലോല പ്രഖ്യാപനം ഏറ്റവും കൂടുതൽ ജനജീവിതത്തെ ബാധിക്കുന്ന ഇടുക്കിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം 7 വർഷമായി യാതൊരു ഉത്തരവാദിത്വവും ഡൽഹിയിൽ നിർവഹിക്കാത്തതിന്റെ പരിണിതഫലമാണ് ഇപ്പോൾ സംഭവിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്തിമ വിജ്ഞാപനത്തിൽ കേരളം സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ഒഴിവാക്കി മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായി കരട് വിജ്ഞാപനമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. UPA സർക്കാർ അധികാരത്തിലിരിക്കെ അന്നത്തെ വനപരിസ്ഥിതി മന്ത്രി ജയറാം രമേശാണ് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി 2010 മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ സമിതി നിയോഗിക്കുന്നത്. പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന മുഴുവൻ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷ കർഷക പ്രസ്ഥാനങ്ങളും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ചേർന്ന് വലിയ പ്രക്ഷോഭങ്ങൾ ഉയർത്തിയതിനെ തുടർന്ന് ഇത് പഠിക്കുന്നതിനായി കസ്തൂരംഗൻ അധ്യക്ഷനായ ഹൈലെവൽ വർക്കിംഗ് കമ്മിറ്റിയെ UPA സർക്കാർ നിയമിച്ചു. കസ്തൂരംഗൻ കമ്മീഷൻ ശുപാർശയിൽ കേരളത്തിലെ 131 വില്ലേജുകൾ ESA ആയി ഉൾപ്പെടുത്തിയിരുന്നു. ഇതനുസരിച്ച് കേരളത്തിൽ 13,108 ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതിലോലമായി പ്രഖ്യാപിച്ചാണ് മൻമോഹൻ സിംഗ് സർക്കാർ 2013 നവംബർ 13 ഉത്തരവ് പുറപ്പെടുവിച്ചത്. നടപ്പാക്കാതിരിക്കണമെങ്കിൽ കക്ഷിരാഷ്ട്രീയതീതമായി ശക്തമായ പ്രതികരണം ഉയർന്നു വരണം. 60 ദിവസത്തേക്കാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന വിജ്ഞാപനം പറയുന്നത്. 60 ദിവസത്തേക്കാണ് ഇതിന് ആവശ്യമായ പരാതി നിർദ്ദേശങ്ങൾ കൊടുക്കാം. അതൊക്കെ ഒരു സാങ്കേതികമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് LDF ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ആ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് വേണ്ടി, കാരണം നമ്മുടെ 23 വില്ലേജ് വനാതിർത്തി പങ്കിടാത്ത നിലപാട് സ്വീകരിച്ചു. പശ്ചിമഘട്ട മേഖലകളെ പൂർണ്ണമായും വനഭൂമിയെ മാത്രം നിജപ്പെടുത്തിക്കൊണ്ടുള്ള ESA അംഗീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് വേണ്ടി ആണ് യഥാർത്ഥത്തിൽ എല്ലാവരും ഒന്നിച്ച് കക്ഷിരാഷ്ട്രീയതീതമായി നിൽക്കണം. 2013 നവംബർ 13 കരട് വിജ്ഞാപനത്തിലുണ്ടായിരുന്ന ജില്ലയിലെ അണക്കര, ആനവിലാസം, അയ്യപ്പൻകോവിൽ, ചക്കുവെള്ളം, ചതുരംഗപ്പാറ, ഇരട്ടിയാർ, കൽക്കൂന്തൽ, കാന്തിപ്പാറ, കരുണാപുരം, കൊക്കയാർ, കൊന്നത്തടി, കുഞ്ചിത്തണ്ണി, കട്ടപ്പന, പാമ്പാടുപാറ, പാറത്തോട്, രാജാക്കാട്, രാജകുമാരി, തങ്കമണി, ഉടുമ്പൻചോല, ഉപ്പുത്തോട്, വണ്ടൻമേട്, വാത്തിക്കുടി എന്നീ വനാതിർത്തി പങ്കിടാത്ത 23 വില്ലേജുകളെ സമ്പൂർണ്ണമായി ഒഴിവാക്കിയാണ് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം പരിഗണിക്കാതെ കരട് വിജ്ഞാപനം പുറത്തിറക്കിയതോടെ ഈ വില്ലേജുകൾ വീണ്ടും ഉൾപ്പെട്ടു. 2016 മുതൽ 2026 വരെ 10 വർഷക്കാലം റിപ്പോർട്ടിന്റെ ദോഷവശങ്ങൾ കേരളത്തെ ബാധിക്കാതിരിക്കാൻ LDF സർക്കാർ ആവശ്യമായ ഇടപെടൽ നടത്തുകയും വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിരന്തരം ഇടപെടുകയും ചെയ്തിരുന്നു. ഹരിത MLA-മാരുടെ നേതാവും പരിസ്ഥിതിവാദിയുമായ VD സതീശൻ മുഖ്യമന്ത്രിയായതോടെ അവസരം കാത്തിരുന്ന കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം LDF സർക്കാർ നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വിജ്ഞാപനത്തിന് തയ്യാറാകാതെ ഇളവുകൾ നൽകുന്നതിൽ നിന്നും കേരളത്തെ ഒഴിവാക്കുന്ന ആസൂത്രിത നീക്കമാണ് നടത്തുന്നത്. MPയും കോൺഗ്രസും നടത്തുന്ന ഇത്തരം ചതികൾക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളെ അണിനിരത്തി വൻ പ്രക്ഷോഭത്തിനും CPIM നേതൃത്വം നൽകും. പശ്ചിമഘട്ട മേഖലയിൽ അധിവസിക്കുന്ന ലക്ഷക്കണക്കായ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിനും സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുന്നതിനും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാഗ്രതയോടെയുള്ള സമീപനമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതെന്നും ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, നേതാക്കളായ KN വിനീഷ് കുമാർ, ലിജോ BB എന്നിവരും പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.